ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ് ഉറക്കമായോ? ഈ വീഡിയോ എനിക്ക് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഇന്ന് തന്നെ ഞാൻ 12 മണിയായാലും 1 മണിയായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിത്യവും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു മുടക്കം വരണ്ടാന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുന്നു. ഒരു ദിവസം നമ്മൾ മടിച്ചാൽ പിന്നെ നമുക്ക് എന്നും മടിയായിരിക്കും. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇടക്കാലത്ത് എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത് കേട്ടോ. നമ്മുടെ ലൈവിലൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് വലിയ ശ്രദ്ധ കൊടുക്കൂലായിരുന്നു. ലൈവൊക്കെ വന്നതിന് മുമ്പ് ഞാൻ എത്ര വയ്യെങ്കിലും എത്ര ക്ഷീണമായിരുന്നാലും എത്ര തളർച്ചയായിരുന്നാലും നിത്യം നിങ്ങളുടെ മുന്നിലെത്തുമായിരുന്നു. എന്തെങ്കിലും എൻ്റേതായ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലെത്തുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ തുടർച്ചയായിട്ട് ഒരാഴ്ച കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റേതായ എന്തെങ്കിലും വിശേഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ അന്ന് നടക്കുന്ന എന്നിലൂടെ എൻ്റെ ജീവിതത്തിൽ അന്നന്ന് നടക്കുന്ന വിശേഷങ്ങൾ അന്നന്ന് വന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നും മുടക്കം വരുത്തേണ്ടെന്ന് കരുതിയിട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോൾ ഇത് അപ്ലോഡാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഖ്യ ദിവസങ്ങളിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് എനിക്ക് പറ്റുന്ന അബദ്ധം അതാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങ് ഉറങ്ങും കേട്ടോ. പിന്നെ അത് യൂട്യൂബിലോട്ടങ്ങ് നമ്മൾ ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട് മോനെ ഇത്തിരി സൗണ്ട് കുറച്ച് വേടാ. അപ്പം മറന്നു പോകും. പിന്നെ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റ് വീഡിയോ യൂട്യൂബിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇന്ന് ഞാനിപ്പം വീഡിയോ എടുക്കുന്നുണ്ട്. എപ്പോൾ എത്തിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും എത്തിക്കും. പിന്നെ എല്ലാവരും ഉറക്കമായി കാണും കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറക്കമായി കാണും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണാൻ പറ്റാത്തവർ നാളെ കണ്ടാലും മതി. നമ്മൾ ഈ വൈകിയ നേരത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ട് നിങ്ങൾ കണ്ടില്ലെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് കാണാൻ പറ്റാത്തവരൊക്കെ നാളെ നമ്മളെ വീഡിയോ കാണുക. നിങ്ങൾ നമ്മളെ കാണുക, കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളാണ് നമ്മുടെ പവർ. നിങ്ങളില്ലെങ്കിൽ നമുക്കൊരു പവറും ഇല്ല, ഒരു എനർജിയും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ നമ്മളെ പവറാക്കി ബൂസ്റ്റാക്കി നമ്മൾ വീണ്ടും ഫുൾ എനർജിയോടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഏത് കാര്യവും അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉത്സാഹവും ഉന്മേഷമൊക്കെ കൂടും. നമ്മളാരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഒരു മടിയാവും. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക. ആർക്കും നഷ്ടമില്ലെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് 70 പണി. ഇന്ന് 2 ദിവസം കൊണ്ട് എനിക്ക് 70 പണിയാണ്. ഇന്നലെ ഇന്നും ഒക്കെ 70 പണി എന്ന് വെച്ചാൽ 70 പണി. നമ്മൾ ജോലിക്കൊന്നും പോകാണ്ട് അവധി എടുത്ത് നിന്നതുകൊണ്ട് വീടൊക്കെ ഒന്ന് ഡീപ്പ് ആൻഡ് ക്ലീനൊക്കെ ആക്കാമെന്നുള്ള ഒരു ശ്രമത്തിലാണ്. വല്ലപ്പോഴൊക്കെയാണ് ചെയ്യണം. അതുകൊണ്ട് എന്നൊന്നും നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് ഇത്രയും പാട് വരില്ലായിരുന്നു. എന്നൊന്നും നമ്മൾ പിന്നെ ഒരു കാര്യം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്നൊന്നും പാടുപെടേണ്ടത് എന്നൊന്നും ഇതിനു വേണ്ടി മെനക്കെടാണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം 2 ദിവസം ഇതിനു വേണ്ടി മെനക്കെടുക. മറ്റേ എന്നും നമ്മൾ ഒതുക്കിയോ എന്നും നമുക്കതൊരു ജോലിയായിരിക്കും. എൻ്റെ കാര്യമാണ്. ഇത് കേൾക്കുന്നവരൊന്നും ഇനി നമ്മളെ പൊങ്കാലിടാൻ വരണ്ട. അപ്പോൾ 2 ദിവസം കൊണ്ട് ഒതുക്കലും പറക്കലും അങ്ങനെ അങ്ങ് ഇവിടെ മകൾ മാത്രമല്ല താഴെ മകളും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. താഴത്തെ മകളിലൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്താൻ നമ്മൾ ഇച്ചിരി താമസിച്ചത്. പോരാത്തിനൊന്ന് നമ്മൾ 2-4 വട്ടം ലൈവും വന്നു കേട്ടോ. ഈ വീഡിയോ ഇട്ടിട്ട് നോക്കട്ടെ. 11 മണിയോ 12 മണിയോ എനിക്ക് അറിഞ്ഞൂടൂ. പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈവ് വരാം. ഉറപ്പ് പറയുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ ഉറക്കം ഉടനെ നമ്മുടെ ചായ കുടിയും ലൈവും ഒക്കെ ഒരുമിച്ചാണ്. ഉറക്കം ഉടനെ ചായ കുടിച്ചുകൊണ്ടാണ് നമ്മുടെ ലൈവ് തുടർന്നത്. രാവിലത്തെ അത്താഴം ലൈവായിരുന്നു. ഉച്ചത്തെ ഉച്ചയൂണും ലൈവായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറിയപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നു. ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കിച്ചണിൽ പാചകവും ലൈവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറേ തുണികൾ നനച്ചിട്ടത് മടക്കണമായിരുന്നു. നമുക്ക് പൊതുവേ ജോലി ചെയ്യിച്ചിട്ട് മടിയായതുകൊണ്ടുണ്ടല്ലോ. ഡാബിയേ കോപ്പി റൈറ്റായിട്ട് കയറി വരും. അപ്പോൾ ഫോണിൽ പാട്ടിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഡോർ അടച്ചിട്ടതുമില്ല. എൻ്റെ മോൻ എനിക്ക് പണി തരുമെന്ന് തോന്നുന്നു. ഞാൻ അബി ഒന്ന് സൗണ്ട് കുറച്ച് കഴിയും മക്കളെ. കുറയ്ക്കില്ല സൗണ്ട് കുറയ്ക്കില്ല. എന്താ ചെയ്യുക? നമ്മളെന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മളെ മൈൻഡ് വേറെ പോയി. അപ്പോൾ വൈകുന്നേരം തുണി മടക്കിയാൽ നമുക്ക് പൊതുവെ ഇത്തിരി ജോലി ചെയ്യും. ഞാൻ ലൈവൊക്കെ വന്ന് നമ്മൾ ശ്രദ്ധ വേറൊന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വലിയ ഭാരം തോന്നില്ല കേട്ടോ. മുമ്പൊക്കെ നമ്മൾ ലൈവ് വന്ന സമയത്ത് എപ്പോഴും ലൈവായിരുന്നു. അതുപോലെ ഞാൻ ഇപ്പോഴും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്ര ദിവസത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണി 7:30 ലൈവ് വന്നു. 9 മണിയോ 9:15 9 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. തുണികൾ കുറച്ച് മടക്കാനുണ്ടായിരുന്നു. മടക്കി ലൈവ് ഒരു അരമണിക്കൂർ ലൈവ് പറഞ്ഞ് വന്നതാണ്. 1 മണിക്കൂർ ഇരുന്ന് എൻ്റെ മോൻ അവിടെ പറഞ്ഞിട്ട് അവന് ചെവിയൊന്നും കേൾക്കത്തില്ല. ചെവിയിൽ മറ്റേ സുനായിലൊക്കെ എടുത്ത് കയറ്റി വെച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അബി എന്ന് വിളിച്ചിട്ട് അബിക്ക് ഒരു ചലനവും ഇല്ല, സൗണ്ടും കുറയ്ക്കുന്നില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളോട് കഥ പറയുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പാചകം അടിച്ചാണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഉണങ്ങുന്നുണ്ട്. ജോലിയുടെ ഭാരമാണ്, ലൈവിൽ വന്ന് പാചകടിയുടെ ഇതാണ്, വെള്ളം കുടി കുറവായതുകൊണ്ടാണ്, ചൂടിൻ്റെ പ്രശ്നമാണ്, കാലാവസ്ഥയുടെ പ്രശ്നമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ടയർഡാണ് നമ്മൾ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ഉള്ള വീഡിയോ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. എന്തായാലും എൻ്റെ മോൻ എനിക്ക് പണി തരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി വീഡിയോ ഒക്കെ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ അറിയാം ഇതിലെന്തൊക്കെ കയറി വരണമെന്ന്, എന്താ ചെയ്യാനെന്ന് പറ. ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കോളം തന്നെ. അമ്മ അനങ്ങണാൻ നോക്കുക, അനങ്ങണില്ല. ചെവിയാക്കലെങ്കിലല്ലേ അനങ്ങുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയതാണ്. പക്ഷേ എൻ്റെ മൈൻഡ് മൊത്തം പോയി. നമ്മൾ വീഡിയോ എടുക്കാൻ ഇരിക്കുമ്പോഴല്ലോ നമുക്ക് അതിൻ്റേതായ മൈൻഡിലിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ ഇടാൻ പറ്റുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണുക, കേൾക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് എന്നാണ് ഓർമ്മ. എപ്പോഴും ലൈവ് വന്ന് അത് തന്നെയാണ് ഓർമ്മ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി, സുഖനിദ്ര എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വീഡിയോ എത്തുമ്പോൾ ഗുഡ് മോർണിംഗ് ആവുമായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഗുഡ് മോർണിംഗ് ആവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശുഭരാത്രി ശുഭനിദ്രയും പറയുന്ന എല്ലാവർക്കും നല്ലൊരു പുലരി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു.